ഒരു ഡയറിയുടെ കഥ. പാരഗ്രാഫ്. കയ്യിൽ ഒരു ബുക്കുമായി അമ്മാളു അകലെ നിന്നും നടന്നു വരുന്നത് ഉണ്ണീരിയമ്മ വരാന്തയിൽ ഇരിക്കുമ്പോൾ കണ്ടു. അടുത്തെത്തിയപ്പോഴാണ് അതൊരു ഡയറിയാണെന്ന് മനസ്സിലായത്. ഇൻവേർട്ടഡ് കോമയിൽ ഉണ്ണീരിയമ്മേ, എനിക്ക് അങ്കിൾ തന്ന ഡയറി ആണിത്. ഇന്നു മുതൽ ഞാൻ ഡയറി എഴുതാൻ തുടങ്ങും. ഡയറിയിൽ എന്തൊക്കെയാ എഴുതുക? ഇൻവേർട്ടഡ് കോമ ക്ലോസ്. അടുത്ത ലൈനിൽ ഇൻവേർട്ടഡ് കോമയിലെ ഡയറിയിൽ നിനക്ക് എന്തും എഴുതാം. ഒന്നിച്ചല്ല ടീച്ചറെ? നിന്റെ ചിന്തകളും അനുഭവങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും, അങ്ങനെ എന്തും. സ്വപ്നങ്ങളും കഴിഞ്ഞ് 3 കുത്ത് വന്നിട്ടുണ്ട് ടീച്ചറെ. ഇങ്ങനെ എക്സെട്ര ആണ്. അങ്ങനെ എന്തും. ആൻ ഫ്രാങ്കിനെ പോലെ. ഇൻവേർട്ടഡ് ക്ലോസ്. അടുത്ത ലൈന്. അമ്മാളുവിൻ്റെ ചോദ്യത്തിന് ഉണ്ണീരിയമ്മ ഉത്തരം പറഞ്ഞു. തീരും മുമ്പേ അവൾ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു. അടുത്ത ലൈൻ ഇൻവേർട്ടഡ് കോമയിലെ ആൻ ഫ്രാങ്കോ. അതാരാണ്? ഫ്രാങ്കോ എന്നാണല്ലേ? ഫ്രാങ്കോ. ആൻ കഴിഞ്ഞ് വിട്ടിട്ടാണോ? ആൻ ഒരു ലൈൻ വിട്ട് സ്പേസ് വിട്ട് ഫ്രാങ്കോ. അതാരാണ്? ക്വസ്റ്റ്യൻ മാർക്ക്, ഇൻവേർട്ടഡ് ക്ലോസ്, അടുത്ത ലൈന് ഇൻവേർട്ടഡ് കോമയിലെ എങ്കിൽ ഇന്ന് ആൻ ഫ്രാങ്കിൻ്റെ കഥയാവട്ടെ. ഇൻവേർട്ടഡ് ക്ലോസ്. അടുത്ത ലൈൻ ഉണ്ണീരിയമ്മ പറഞ്ഞു തുടങ്ങി. അത് 3 ലൈൻ വരുന്നുണ്ട് അവിടെ. അതിങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ടീച്ചറെ. അടുത്ത പാരഗ്രാഫ്. 1-ാം ലോക മഹായുദ്ധത്തിലെ തോൽവി ജർമ്മനി എന്ന രാജ്യത്തിന് വലിയ നാണക്കേടുണ്ടാക്കി. താങ്കളുടെ തോൽവിക്ക് 1-ാം ലോക മഹായുദ്ധത്തിലെ അടുത്ത പാരഗ്രാഫ് ആയിരുന്നേ. 1-ാം ലോക മഹായുദ്ധം. ചിലപ്പോൾ എക്സ്ട്രാ വരും ടീച്ചറെ. ഞാനത് ടീച്ചറൊന്ന് ഓർത്തോളാം. ഞാനത് വെച്ചിട്ട് എടുത്തോളാം. ഒന്നും കൂടെ വായിക്കാം. അടുത്ത പാരഗ്രാഫ്. 1-ാം ലോക മഹായുദ്ധത്തിലെ തോൽവി ജർമ്മനി എന്ന രാജ്യത്തിന് വലിയ നാണക്കേടുണ്ടാക്കി. താങ്കളുടെ തോൽവിക്ക് കാരണം ജൂത മതത്തിൽപ്പെട്ട ആളുകളാണ് എന്നും അവർ രാജ്യത്ത് ജീവിക്കാൻ അർഹരല്ല എന്നും തീവ്ര ദേശീയവാദികൾ പറഞ്ഞു പരത്തി. ഈ ജൂതവിരോധം അതിൻ്റെ ഏറ്റവും പാരമ്യതയിൽ എത്തുന്നത് ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലർ ആകുമ്പോഴാണ്. ജൂത എന്നാണ്. 4-ാമത്തെ ജായാണോ? അല്ലല്ല, ജൂത. വെറും ജ ഊ. ജൂതർക്ക് പ്രവേശനമില്ല എന്ന ബോർഡുകൾ വീടുകളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും മുൻവശത്ത് പ്രത്യക്ഷപ്പെട്ടു. കൊടിയ പീഡനങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ ജൂതർ ജർമ്മനിയിൽ നിന്നും പലായനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ജർമ്മനിയിൽ നിന്നും പലായനം ചെയ്ത ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ ഒന്നായിരുന്നു ആൻ ഫ്രാങ്കിൻ്റേത്. അവളുടെ പിതാവ് ഓട്ടോ ഫ്രാങ്കിൻ്റെ
സ്ഥാപനം നഷ്ടത്തിലായതും ഈ പലായനത്തിന് കാരണമായി. ഫുൾ സ്റ്റോപ്പ്. നെതർലാൻഡിൽ എത്തിയ ആൻ ഫ്രാങ്കും കുടുംബവും അവിടെ സമാധാനപരമായ ജീവിതമാണ് നയിച്ചത്. ഫുൾ സ്റ്റോപ്പ്. അന്ന് അവൾക്ക് 5 വയസ്സാണ്. ഫുൾ സ്റ്റോപ്പ്. അവളുടെ പിതാവ് ഒരു ജാം നിർമ്മാണ കമ്പനി തുടങ്ങി. ഫുൾ സ്റ്റോപ്പ്. ജീവിതം അങ്ങനെ വലിയ പതനത്തിൽ നിന്നും കരകയറി തുടങ്ങി. ഫുൾ സ്റ്റോപ്പ്. പക്ഷേ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. ഫുൾ സ്റ്റോപ്പ്. ഹിറ്റ്ലറുടെ സൈന്യം നെതർലാൻഡിലും എത്തി. ഫുൾ സ്റ്റോപ്പ്. ആയിരക്കണക്കിന് ജൂതരെ പിടിച്ചുകൊണ്ടുപോയി. ഫുൾ സ്റ്റോപ്പ്. അടുത്ത പാരഗ്രാഫ്. അങ്ങനെ 13-ാമത്തെ വയസ്സിൽ ആൻ ഫ്രാങ്ക് തൻ്റെ കുടുംബത്തോടൊപ്പം ഒളിസങ്കേതത്തിൽ താമസമാക്കി. ഫുൾ സ്റ്റോപ്പ്. ഓട്ടോ ഫ്രാങ്കിൻ്റെ കമ്പനിയോട് ചേർന്ന ഒരു രഹസ്യ അറയിലായിരുന്നു ആൻ ഫ്രാങ്കിൻ്റെ കുടുംബത്തിലെ 4 പേർ അടക്കം 8 ജൂതവംശജർ ഒളിവിൽ പാർത്തത്. ഫുൾ സ്റ്റോപ്പ്. സീക്രട്ട് അനക്സ് എന്നായിരുന്നു അവൾ അതിന് പേരിട്ടത്. സീക്രട്ട് അനസ്. സീക്രട്ട് 2 ടായുണ്ടോ? സീക്രട്ട്. അനസ്. സീക്രട്ട് അനസ്. അനക്സ്. അനക്സ്. ക മേളിൽ ചന്ദ്രക്കല, സാ മേളിൽ ചന്ദ്രക്കല. അനക്സ് എന്നായിരുന്നു അവൾ അതിന് പേരിട്ടത്. ഫുൾ സ്റ്റോപ്പ്. ആ ഇടുങ്ങിയ മുറിയിൽ ഉച്ചത്തിൽ വർത്തമാനം പറയുവാനോ ഒന്നു ചുമയ്ക്കുവാനോ പോലും കഴിയാതെ 2 വർഷമാണ് കഴിയേണ്ടി വന്നത്. ഫുൾ സ്റ്റോപ്പ്. വിരസമായ ആ ജീവിതത്തെ ആൻ ഫ്രാങ്ക് മറികടന്നത് ഡയറി എഴുതിക്കൊണ്ടാണ്. ഫുൾ സ്റ്റോപ്പ്. തൻ്റെ 13-ാമത്തെ പിറന്നാളിന് പിതാവ് നൽകിയ സമ്മാനമായിരുന്നു ആ ഡയറി. ഫുൾ സ്റ്റോപ്പ്. ആ ഡയറി അവളുടെ ആത്മസുഹൃത്തായി മാറി. ഫുൾ സ്റ്റോപ്പ്. സ്നേഹപൂർവം അവൾ ഡയറിക്ക് കിറ്റി എന്ന് പേരിട്ടു. അവളുടെ ജീവിതവും പ്രതീക്ഷയും സ്വപ്നങ്ങളും ആ ഡയറിയിൽ കുറിച്ചിട്ടു. ഫുൾ സ്റ്റോപ്പ്. ഹിറ്റ്ലറുടെ നാസിപ്പടയിൽ നിന്നും ഒരു നാസിപ്പടയിൽ നിന്നും ഒരു സമൂഹം ഏറ്റുവാങ്ങിയ ക്രൂരതകൾ ലോകം വൈകാരികമായി മനസ്സിലാക്കുന്നത് ആ ഡയറി കുറിപ്പുകളിലൂടെയാണ്. ഫുൾ സ്റ്റോപ്പ്. ദശലക്ഷക്കണക്കിന് ജൂതരെ
ജൂതരെയാണ് കൊന്നൊടുക്കിയത്. ഫുൾ സ്റ്റോപ്പ്. പട്ടിണി കിടന്നും മഹാരോഗങ്ങൾ ബാധിച്ചും ഗ്യാസ് ചേംബറിൽ വിഷവായു ശ്വസിച്ചും 10,000-ങ്ങൾ മരിച്ചു വീണു. ഫുൾ സ്റ്റോപ്പ്. കുഞ്ഞുങ്ങളെ അതിക്രൂരമായി വൈദ്യശാസ്ത്ര പരീക്ഷണങ്ങൾക്കുള്ള ഇരയാക്കി മാറ്റി. ഫുൾ സ്റ്റോപ്പ്. കുട്ടികളിൽ ശസ്ത്രക്രിയാ പരീക്ഷണങ്ങൾ പലതവണ നടത്തി. പരീക്ഷണശാലകളിൽ കുഞ്ഞുങ്ങൾ നിർദ്ദയം കൊല്ലപ്പെട്ടു. അടുത്ത പാരഗ്രാഫ്. ജൂതവംശജർ അനുഭവിച്ച കൊടും പീഡനങ്ങൾ ഒരു കൗമാരക്കാരിയുടെ വികാര വിചാരങ്ങളാൽ ആ ഡയറിയിൽ കുറിക്കപ്പെട്ടു. ഫുൾ സ്റ്റോപ്പ്. അടുത്ത പാരഗ്രാഫ്. നിരത്തിലൂടെ സൈക്കിൾ ഓടിക്കുവാനും ഉച്ചത്തിൽ പാട്ടുപാടുവാനും നൃത്തം ചവിട്ടുവാനും അവൾ ആഗ്രഹിച്ചു. ഫുൾ സ്റ്റോപ്പ്. തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കിറ്റിയോട് പങ്കുവച്ചു. ഫുൾ സ്റ്റോപ്പ്. ക്രൂരതകൾ മുന്നിൽ നടമാടുമ്പോഴും അവൾ ഇങ്ങനെ ഡയറിയിൽ എഴുതി. ഫുൾ സ്റ്റോപ്പ്. ഇൻവേർട്ടഡ്. അടുത്ത ലൈന് ഇൻവേർട്ടഡ് കോമയിൽ